അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചെറിയ വെക്കേഷൻ കഴിഞ്ഞു. ഞങ്ങളിതൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ നമ്മളവിടെ നോക്കി നിൽപ്പുണ്ട്. അല്ലേ, നമുക്കെന്താ വിട്ടേക്കാം, നമുക്കിതൊക്കെ പോയി കാണാം. ഏതായാലും പോകുന്ന വഴിക്കാണ്. അങ്ങനെ ഞങ്ങൾ ഏതായാലും വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റിലെത്തി. റോക്കിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയച്ചു വന്നതാണ്, പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട് ബഹളം. ഞാൻ ചാടി മാറിക്കും, അത് വേറെ കാര്യം. പുള്ളിയുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ചാലും. അപ്പം ഇനിയിപ്പോൾ പോയി വിളിക്കണം, അവിടെ എത്തി എന്നിട്ട് പറഞ്ഞിട്ട് നോക്കണം എങ്ങനെയുണ്ട്. വീഡിയോ ചില സമയം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും, ചില സമയം ഒന്നും കിട്ടത്തില്ല, ആകെ മറിഞ്ഞ് മേളാങ്ങിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവനെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബാക്കി പരിപാടികൾ അവിടെ ചെന്നിട്ട് കിടക്കണം. ഓക്കെ, നമുക്ക് ഏതായാലും എന്നാൽ പോയി എടുക്കാം. Miss you a lot. Yeah. Oh, miss you. Say. Okay, she said bye-bye to you. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോക്കിയെ പിക്ക് ചെയ്തു. അതിൻ്റെ ബഹളങ്ങളായിരുന്നു. അപ്പം ഏതായാലും പിക്കപ്പ് കഴിഞ്ഞ് ഇനിയിപ്പം പതുക്കെ വീട്ടിലേക്ക് പോകട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനൊരു സമാധാനം കിട്ടുള്ളൂ, ഞങ്ങൾക്കറിയാം. അവൻ ഇങ്ങനെ നിന്ന് ഇത് ചെയ്യുന്നുണ്ട് അല്ലേ റോക്കി? ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാരേട്ടാ. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഒരു വെള്ളിയാഴ്ച ഇതൊക്കെ ഒന്ന് വട്ടം കറങ്ങി ജസ്റ്റ് ഒരു ഔട്ടിങ് ഒക്കെ ആയിട്ട് വന്ന് ഇരിക്കുകയാണ്. ബീച്ച് സൈഡിൽ വണ്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ നാട്ടിൽ സർപ്രൈസായിട്ടുള്ള ഇപ്പോൾ ഒരു വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, അതായത് എയർപോർട്ടിൽ കയറിയപ്പോഴും ഫ്ലൈറ്റ് ആയിരുന്നു ഉണ്ടായ ഒരു അനുഭവം. അതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടി. രസമെന്ന് പറഞ്ഞാൽ അത്ര രസമൊന്നും അല്ലായിരുന്നു, പക്ഷെ അതിനകത്ത് പിന്നീട് ചിന്തിച്ചപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് എന്നാ പറയുന്നത്, ആ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിച്ചിട്ട് ചിരിക്കുകയും ചെയ്തു. ഓരോ ആൾക്കാരുടെ ഒരു എന്നാ പറയുന്നത് ആറ്റിറ്റ്യൂഡും ഓരോ അവസരങ്ങളെ യൂസ് ചെയ്യുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറേ ചിന്തിച്ചു. അപ്പോൾ അത് നിങ്ങളുടെ കിടന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഞങ്ങൾ വണ്ടി ചെയ്യുന്നപ്പോൾ പറയാമെന്നൊക്കെ ഓർത്ത്. പക്ഷെ അതിങ്ങനെ ഓരോന്നായിട്ട് പ്രശ്നങ്ങൾ വന്ന് വീട്ടിൽ ചെന്ന് കയറുന്നതും വരെ പ്രശ്നങ്ങളായതുകൊണ്ട് ഒന്നേ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നോ? ആദ്യത്തെ സംഭവം, ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു. എന്നാ നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിഗോ ഞാൻ 1:05 എന്നാ റോക്കി? നടക്കാൻ
ഓക്കെ. ഒന്ന് അവിടെ നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് 1:05 1:10 അന്നേരം കണ്ടൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം നമുക്കൊരു 9:30 10 മണിയാകുമ്പോഴത്തേക്ക് ചെന്നേച്ചാൽ മതി എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് കയറി. ഞങ്ങൾ ഏതായാലും കൊള്ളാം നേരത്തെ ഞങ്ങൾ പോയി, ഇച്ചിരി നേരത്തെ ചെന്നേക്കാം, ചിലപ്പം ട്രാഫിക് വല്ലതാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരത്തെ പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. എനിക്കൊന്നൊരു 9 മണി ആയപ്പോഴത്തേക്ക് 9:30 ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ചെന്ന് അകത്ത് കയറി. ഞങ്ങൾ വണ്ടിയൊന്നും കൊണ്ടുവല്ലോ, ടാക്സിക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഊട്ടുക്കത്തെ തിരക്ക്, ഒരു രക്ഷയില്ല. ക്യൂ എന്ന് പറഞ്ഞാൽ അത്രയും ക്യൂ ആണ്. ഞങ്ങൾക്ക് ഏകദേശം 12:30 ആയപ്പോഴും നമ്മളവിടെ നിൽക്കുന്നേ ഉള്ളൂ അല്ലേ. 12:30 ആയപ്പോഴും ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അന്നേരം മറ്റേ ബോംബെ, അഹമ്മദാബാദ്, അങ്ങനെയുള്ള ഡൽഹി ഒക്കെ വിളിച്ച് അവർ പെട്ടെന്ന് കയറ്റി വിടുന്നുണ്ട്. കൺവെയറൊക്കെ എന്തോ സ്റ്റക്കായിട്ട് കുറേ ലേറ്റ് ആയിട്ടാണ് അവരുടെ ബോർഡിങ് നടക്കുന്നത്. അപ്പം അങ്ങനെ എന്തോ പ്രശ്നം വന്നിട്ടാണ്. ഏതായാലും കൊള്ളാം. എന്നാ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ ഏതായാലും ബോർഡിങ് ചെയ്തു, അകത്ത് കയറി. നിന്ന് മടുത്താണ് അകത്ത് കയറുന്നത്. ചെന്ന് കോഫിയൊക്കെ കുടിച്ചു അല്ലേ, ഒരു കോഫിയും കൊണ്ട് കുടിച്ചു. നേരത്തേക്ക് ടൈമായി. അപ്പം ഞങ്ങൾ എന്നിട്ട് കഴിച്ചു. അതെ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ ഏതായാലും കൊള്ളാം, ഞങ്ങൾ ഫ്ലൈറ്റേ കയറി. അപ്പോൾ ഫ്ലൈറ്റേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, ഇനിയിപ്പം ആ ഫ്ലൈറ്റിൽ ഇരുന്ന് സംസാരിക്കാം, കാര്യം പറയാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് കയറിയത്. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്വിസ്റ്റായിരുന്നു. ഫ്ലൈറ്റ് ഞങ്ങൾ ആ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട്, ആ സബ്ജക്റ്റ് വീഡിയോ ജസ്റ്റ് ഞങ്ങൾ കയറിയത് രസമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്. ടേക്ക് ഓഫ് ചെയ്തു, ഫുള്ള് ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് പൊങ്ങി ഒരു ഇതിലേക്ക് വന്നു. സീറ്റ് ബെൽറ്റിൻ്റെ സൈൻ ഓഫ് ആകുന്നതിന് മുമ്പ്, ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ടൈമുള്ളൂ. ആ ടൈമിൽ തന്നെ എൻ്റെ പുറകെ ഇരിക്കുന്ന പിള്ളേർ ഇങ്ങനെ സീറ്റ് പിടിച്ച്, ഞാൻ പിള്ളേരെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരല്ല, 10 വയസ്സുള്ളമാരാണ്. അപ്പോൾ അവർ ഒരു പയ്യനോട് സീറ്റെ പിടിച്ച് അങ്ങോട്ട് വരിക്കും. നിങ്ങൾ ഞാൻ ഇവൻ എന്താ കാണിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. നമുക്ക് വെളിവില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയില്ല പുറകെ ഒന്നും നടക്കുന്നതല്ലോ. ഓക്കെ. എന്നിട്ട് ഞങ്ങളവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് പുള്ളി പോയി വെള്ളം മേടിച്ചോണ്ടിരുന്നു. അപ്പം പുള്ളി പറയുന്നത് കേൾക്കാം, പുറകെ പോയി വെള്ളം മേടിച്ചിട്ട് ആള് തിരിച്ചു വന്നിരുന്നപ്പം പറയുന്നുണ്ട്, ഒരു ബോട്ടിൽ വെള്ളത്തിന് 100 രൂപ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിപ്പം പോയി വെള്ളം മേടിച്ചോണ്ടെന്ന്, ഒരുപാടെന്ന് വെച്ചാൽ നമ്മളവിടെ ഇരുന്നു കേട്ടോ. ഓക്കെ, അവരുടെ പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 1 മിനിറ്റ് ആയില്ല, അവൻ വന്നിരുന്ന് 1 മിനിറ്റ് ആയില്ല, പെട്ടെന്ന് ഒരു സൗണ്ട് ഒച്ച കിട്ടും പുറത്ത്. എണ്ണി എന്നാ പറ്റി എന്ന് ചോദിച്ചു. നമുക്ക് ആൾക്കാർ എന്തോ പറ്റിയിട്ട് ആൾക്കാർ പറയത്തില്ല, അങ്ങനത്തെ ഒരു സൗണ്ട്. അപ്പം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പം ഞങ്ങളുടെ സീറ്റിൻ്റെ തൊട്ട് പുറത്തെ സീറ്റിൽ ഇരുന്ന ഒരു ചേട്ടൻ, പുള്ളി എന്താ പറയുന്നത്, അൺകോൺഷ്യസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് അല്ലേ, നമ്മളിങ്ങനെ തുറിച്ച് നോക്കിയിട്ടൊരു, അതായത് നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുള്ളി എന്തോ ഒരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ആദ്യമേ തോന്നി ഫിക്സ് വല്ലതും വന്നായിരിക്കും. പിന്നെ അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് പോകാതെ പുള്ളി ഇതൊക്കെ പതുക്കെ ഇതായിട്ട് ഡൗൺ ആയി പോകുന്നത് തോന്നി. പെട്ടെന്ന് വിളിച്ചു, എയർ ഹോസ്റ്റസിനെ വിളിച്ചു. അവർ വന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാനാ, അത് ആരും കംപ്ലൈൻറ്റോടെ ഒന്നുമല്ല, അവർക്ക് ഫസ്റ്റ് എയ്ഡ് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പെട്ടെന്ന് മറ്റുള്ളവരെ വിളിച്ചു, എന്നിട്ട് അവർ അനൗൺസ് ചെയ്തു ഏതൊരു ഡോക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ വരണം എന്ന്. അപ്പം പെട്ടെന്ന് തന്നെ അതിനകത്തൊരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു, ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, എവിടെയാണെന്ന് പറയുന്നില്ല, എവിടെയോട്ടെ, ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് പുള്ളിക്കാരി. അടിപൊളി ഒരാൾ. പെട്ടെന്ന് വന്നിട്ട് ചെക്ക് ചെയ്തു. അങ്ങനെ ഇപ്പം ടെസ്റ്റ് ചെയ്യാനൊന്നും ഒരു എക്യുപ്മെൻസും ഇല്ല. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തുകൊണ്ട് വന്നു. അത് തുറക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടു ആദ്യമേ അല്ലേ. അത് കഴിഞ്ഞ് അത് തുറന്ന് പുള്ളിക്കാരി കുറേയൊക്കെ നോക്കി. എന്നിട്ട് പുള്ളിക്കാരോട് സംസാരിച്ചു, വെള്ളമൊക്കെ കൊടുത്തു. എനിക്ക് തോന്നുന്നു ആദ്യമേ ഷുഗർ ഡൗൺ ആയതാണോ എന്നുള്ള ഡൗട്ട് അല്ലേ, അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഷുഗറിന് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി. അങ്ങനെ ഇറങ്ങുള്ള പുള്ളിക്കാരി ഡോക്ടറല്ലേ, പുള്ളിക്കാരി ചെറിയ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് ചെയ്തു. അപ്പം അതിന് പുള്ളിക്കാരിക്ക് എന്തോ ഒരു അതന്നെ ഒരു ഇത് ചെയ്ത് ഇഞ്ചക്ഷൻ അല്ല, എന്നാ പറഞ്ഞേ, ക്യാനിൽ ഇട്ടു.
അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് കൊടുക്കണം ചെയ്തേ, ട്രിപ്പ് കൊടുത്തല്ലേ? ഓക്കെ, ഡെക്സ്ട്രോസ് കൊടുത്തു. ആ അതെ, എന്തൊക്കെയോ ചെയ്തു, ഏതായാലും കൊള്ളാം. അവിടം വരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം എൻ്റെയൊക്കെ മൈൻഡിൽ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് തിരിച്ച് ലാൻഡ് ചെയ്യുമോ, എന്ത് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയില്ല, പുള്ളിക്ക് എന്തെങ്കിലും പറ്റുക, എന്താ അവസ്ഥ എന്ന് നമുക്കറിയത്തില്ല. നമ്മളങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പം ഫ്ലൈറ്റ് തിരിച്ച് ലാൻഡ് ചെയ്യാൻ, കാരണം വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ, അധികം നേരമായിട്ടില്ല. ഓക്കെ, ഏതായാലും കൊള്ളാം. ഇച്ചിരി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ഒരു ശക്കല ഒന്ന് നോർമൽ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ തൊട്ട്, ഞങ്ങൾ 3 പേരിരിക്കുന്ന സീറ്റിൽ ഞാൻ ഇവിടെ സെൻറ്ററിൽ ഇരിക്കുന്നു, ഞാൻ നടുക്കത്ത് ഇരിക്കുന്നു. വിൻഡോ സൈഡിൽ ഒരു ആളുണ്ട്, ഒരു പുള്ളിക്കാരുണ്ട്, ഒരു ചേച്ചി. പുള്ളിക്കാരി കൂടുതൽ ഈ ഡോക്ടറിൻ്റെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാർ അറിയില്ല, ഞങ്ങൾ വിചാരിച്ച ആദ്യം വെച്ചപ്പോൾ നേഴ്സായിരിക്കും, അവിടെ ജോലി ചെയ്യുന്നതായിരിക്കും, അറിയില്ല, നമുക്ക് അങ്ങനെ അറിയില്ല, സംസാരിച്ചിരുന്നില്ല. പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ഇട്ട് തരണോ, ക്യാനിൽ ഇട്ട് തരണോ എന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഇത് പറഞ്ഞു. പുള്ളിക്കാർ പിന്നെ കുറേ കെയർ ചെയ്യുന്നു. അപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് എന്ത് ചെയ്യാൻ, എനിക്ക് മെഡിക്കലും ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പുള്ളി നോക്കുന്നു, അവർ വെള്ളം പുള്ളി കുടിക്കുന്നു, അത് മേടിച്ച് വെക്കുന്നു, അങ്ങനെ നോക്കുന്നു. നമ്മൾ തൊട്ടപ്പുറത്തെ സീറ്റാണല്ലോ നമ്മൾ ഇരിക്കുന്നു. ഡോക്ടർ വന്ന് ആ സീറ്റായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ഒരു പയ്യനെ ഉള്ളായിരുന്നു അല്ലേ, അവൻ എന്നിട്ട് മാറി അങ്ങേപ്പുറത്തെ സീറ്റിലേക്ക് പോയി. എന്നിട്ട് അവരുടെ നിന്ന് വർത്താനം പറഞ്ഞു. അപ്പം അതിൻ്റെ തൊട്ട് പുറയുന്ന ആൾ ഈ പുള്ളിക്കാരൻ്റെ കൂട്ടത്തിൽ വന്ന ആളാണ് എന്ന് പറഞ്ഞു. വെച്ചാൽ റിലേറ്റീവ് എന്നല്ലെന്ന് തോന്നുന്നു, എനിക്കൊന്ന് ഒരു ഒരുമിച്ച് ജോലി ചെയ്യുന്നത് അങ്ങനെ എന്തോ സംഭവമാണ്, അതോ നാട്ടിലൊരു രേസ സംഭവം അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പം പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു നോർമൽ സ്റ്റേജിലേക്ക് വന്ന പുള്ളി. അപ്പം ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത്. അപ്പോൾ ഈ പുള്ളിക്കാരിയാണ് മറ്റേ ഞങ്ങൾ പറഞ്ഞത് തൊട്ടപ്പുറത്ത് നിന്ന് പുള്ളിക്കാരിയാണ് ഇത് ബോട്ടിലൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരി കുറേ വിഷമിച്ചൊക്കെ തന്നെ നിൽക്കുന്നു. അപ്പം ഞങ്ങൾ പറയുന്നത് പുള്ളിക്കാരിയൊക്കെ നോക്കി എത്ര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഹെൽപ്ഫുള്ളല്ല എന്നുള്ളതല്ല പറഞ്ഞത്. ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുള്ളി നോർമലായെന്ന് വെച്ചാൽ ഓക്കെ. ഇത് ട്രിപ്പ് എനിക്കൊന്ന് 2 എണ്ണം കിട്ടുന്നു തോന്നുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നു. ഓക്കെ, ഈ നോർമൽ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പുള്ളി അപ്പം ഞങ്ങൾ എല്ലാം അങ്ങോട്ടും പറഞ്ഞു. ഞാൻ അവിടുന്ന് ഒരു 2 എണ്ണം മേടിച്ചു, അതടിച്ചു. ഓക്കെ, ഞാൻ അവിടെ ഇരുന്നു, ഇതൊക്കെ ഒന്ന് ചാരി ഉറങ്ങിയില്ല അല്ലേ. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതെ അതെ, ശരിക്കും ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ആദ്യമായിട്ട് ഫുൾ ടയേർഡായി പോയെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. ഓക്കെ, അത് പോട്ടെ, കിടക്കട്ടെ. ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇത് ഞാൻ അടിച്ചു. ഫുഡൊന്നും ഇല്ലായിരുന്നു അല്ലേ. ചിപ്സ് എന്നാ പറഞ്ഞേ, നട്ട്സ് എന്തോ മേടിച്ചല്ലേ. അതെ, നട്ട്സ് മേടിച്ചു, അതും കഴിച്ചു. അത് ഞങ്ങളത് കഴിച്ചിട്ട് ഞാനത് കഴിച്ചു, ഇവിടുന്ന് ജ്യൂസും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഓക്കെ 2 എണ്ണം അടിച്ച് മൊത്തം ഇതായിപ്പോയി, മൂഡ് പോയി. കാരണം വെച്ചാൽ പകുതി മുക്കാലും എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത് തന്നെ. കാരണം ഈ ഒരു ഇതിൽ അവർ ഫുഡ് പോലും ഒന്നും സപ്ലൈ ചെയ്തില്ലല്ലേ. ലാസ്റ്റ് ഇതിലാണ് ഇവരൊന്ന് നോർമലായി കഴിഞ്ഞാൽ പിന്നെ അവർ സപ്ലൈ ചെയ്തത്. എനിവേ, ഫ്ലൈറ്റ് മൂവിങ്ങിലാണ്, അത് ഇപ്പം പോകുന്നുണ്ട്. അപ്പം എന്താണെന്ന് നമുക്കും അറിയത്തില്ല, നമ്മൾ ഇതിൽ ഇങ്ങനെ പോയി. ഏതായാലും ആ ഒരു ടൈം പോയത് അറിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കൊരു ഹാഫ് ടൈമിൽ കൂടുതലായി, ഏകദേശം ഒരു 2 hour ഉള്ളൂ. ഞങ്ങൾ ഓക്കെ അടിച്ച് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഉറങ്ങാവുന്ന രീതിയിൽ ഇങ്ങനെ തലയായി ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും സൗണ്ട് കേട്ടു. അപ്പോൾ അങ്ങേപ്പുറത്ത് നിന്ന് പുള്ളിക്കാരിക്ക് ചാടി എണ്ണീറ്റു. ഡോക്ടർ അവിടെ തന്നെ ഉണ്ട്, ഡോക്ടർ പോയിട്ടില്ലായിരുന്നു അല്ലേ. പുള്ളിക്കാരി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് ഇത് ചെയ്തു. പിന്നെ വീണ്ടും ലൈറ്റ് ഓൺ ചെയ്ത് എല്ലാം വന്നു. വീണ്ടും മെഡിക്കൽ കിറ്റ് വരുത്തിച്ചു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ എല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഷുഗർ ചെക്ക് ചെയ്യുന്നത് ഇതുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഫ്ലൈറ്റിൽ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയോ അസുഖമായിട്ടോ ഓപ്പറേഷൻ അതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഷുഗറിൻ്റെ മെഡിസിന്, പിന്നെ ഹാർട്ട് അറ്റാക്കിന് ഇത് ചെയ്യുന്നത് അല്ലേ, അത് അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഡോക്ടർ പോയിട്ട് കൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ എന്തോ ഷുഗർ ചെക്ക് ചെയ്യുന്ന ഇതുണ്ടോയെന്ന് നോക്കി. ഷുഗർ ചെക്ക് ചെയ്തപ്പം കൂടുതലല്ലേ, ഒരു ശകലം കൂടുതലാണ്. ബി പി കുറവായിരുന്നു. ബി പി കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ, അങ്ങനെ എന്തോ ഇതുണ്ടായിരുന്നു. അതൊരു കുറേ ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനത്തെ പുള്ളിക്കാരിയും ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ കേട്ടോ പുള്ളിക്കാരിയൊക്കെ പിന്നെന്തോ സംസാരിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ ബിറ്റ്വീൻ ആ ടൈമിൽ ഈ പുള്ളിക്കാരി ഇച്ചിരി ഓക്കെ ആ സമയത്ത് സംസാരിച്ച്. പുള്ളിക്കാരി ഇവിടെ ജോലി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ഇതിലൊക്കെ പോകുന്നു. അപ്പം പുള്ളിക്കാരി നേഴ്സല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിട്ടൊക്കെ ചെയ്യുന്നു, ഹോം കെയറിലൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവമായിട്ട് ചെയ്തു ഒരാൾ. ഓക്കെ, ഏതായാലും കൊള്ളാം.
അതൊക്കെ കഴിഞ്ഞ് ഈ രണ്ടാമത് വന്നു. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഇത് ചെയ്തു, വീണ്ടും ഇഞ്ചക്ഷൻ ഇത് ഇട്ടു, ലെറ്റർ ഇട്ടു. ഓക്കെ, വീണ്ടും അതിനകത്ത് 1-2 കണ്ടായിരുന്നു, അത് വീണ്ടും ഇട്ടു. 3 ഉണ്ടായിരുന്നു, 3 ഇട്ടു. അതെ അതെ, അതിലുണ്ടായിരുന്നതൊക്കെ ഇട്ടു. എന്നിട്ട് ഡോക്ടർ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് കൊടുത്തു, നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ അവർ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങനെയൊക്കെ എഴുതി കൊടുത്തു, അതൊക്കെ ചെയ്തു. അത് അതിനിടയ്ക്ക് ഒരാൾ കയറി വന്നു, ഒരു പാസഞ്ചറാണ്. അപ്പോൾ ഈ 2 അടിച്ച് ഞാൻ അടിച്ചു തന്നെ. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജോഷിൽ ആൾ വന്നു, കുറേ സംസാരിച്ച്. അപ്പം പുറകിരിക്കുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടറോട് പറഞ്ഞത് അങ്ങനെ എന്നാ അത് ഷുഗറൊന്നും അല്ല, അതങ്ങനൊന്നുമല്ല, ഇങ്ങനെയല്ല എന്തൊക്കെയോ കുറേ പറഞ്ഞു. അതിൽ ഡോക്ടർ വളരെ നൈസായിട്ട് അത് മുഴുവൻ ഹാൻഡിൽ ചെയ്തു. ഈ പറഞ്ഞ ആളെയും വന്ന ആൾക്കാരെയും നഴ്സുമാരെയും എല്ലാവരെയും. അത് പുള്ളിക്കാരുടെ കാര്യങ്ങൾ അവിടെ ചെയ്തു. എന്നാൽ ബാക്കി ആർക്കും അതിനകത്ത് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ഒരു ഇച്ചിരി ഇതായിട്ട്, അപ്പം ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡിങ്ങിനോട് അടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി, ഞങ്ങളുടെ അപ്പുറത്തുനിന്ന് പുള്ളിക്കാരി അവിടുന്ന് എണ്ണീറ്റിട്ട് ഇങ്ങേപ്പുറത്ത് പുറകിൽ പോയിരുന്നു. പുള്ളിക്കാരനൊന്ന് കിടക്കാണ്, നിർത്തിരിക്കുകയാണ്, എന്തൊക്കെ കൈയൊക്കെ തിരുപ്പി കൊടുക്കാൻ. അങ്ങനെ പുള്ളിക്കാരി അവിടെ പോയിരുന്ന് അപ്പം ഒന്ന് പുതുക്കി ഒന്ന് നോർമലായി. അപ്പം ഡോക്ടർ അങ്ങേപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരുന്നു, അതിന് നേരെ സെല്ലുണ്ട സീറ്റിലേക്ക് മാറിയിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി ഇരിക്കുന്നു, അതിങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, പിന്നെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ എന്തോ പുള്ളിക്കാരിക്ക് കൊടുക്കുന്നു, അല്ലേ, എന്തോ സാധനം മേടിച്ച് കൊടുക്കുന്നു. ഞാണ്ടോ ഇതൊക്കെ കിട്ടി, അതൊക്കെ അപ്പം ചോദിക്കുന്നത് ഇതൊക്കെ എപ്പോൾ നടന്നതാണ്. നൈസായിട്ട് ആ പുള്ളിക്കാരനെ കൊണ്ട് എന്തൊക്കെ മുതലാക്കാൻ പറ്റുമോ ഉള്ള സമയം കൊണ്ട് അതൊക്കെ റെഡിയാക്കി. ഓക്കെ, അതെന്തൊരു ആവട്ടെ. അത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ലാൻഡിങ്ങിന് ടൈമായി. അപ്പം പുള്ളി ഒരു നോർമൽ, അപ്പോൾ 2ാമത്തെ ഡോസ് ചെയ്തിട്ടുണ്ട്, അതങ്ങോട്ട് തീർന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ലാൻഡിങ് ഇതായി, ലാൻഡ് ചെയ്തു. അപ്പം സാധാരണ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റൺവേ നമുക്ക് ഇച്ചിരി ഓടി പതുക്കിയൊക്കെ ചെല്ലുന്നതായിട്ട് വന്നേ. പക്ഷേ ഈ പ്രാവശ്യം അന്നേരം നമുക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്തു. അവർ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇതായി, പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തു, എയർബിഡിലേക്ക് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും സാധാരണ എണ്ണിക്കുന്നവരെ എണ്ണീറ്റു. അപ്പോൾ അവർ അനൗൺസ് ചെയ്ത് എല്ലാവരും അവിടേക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണ്ണിക്കാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഡോക്ടേഴ്സ് എല്ലാം കൂടെ കയറി വന്നപ്പോഴത്തേക്കും അവർ വന്നു. അപ്പം ലാൻഡിങ് ടൈം ആയി കഴിഞ്ഞപ്പം ഈ ഡോക്ടർ അങ്ങേപ്പുറത്തിരിക്കുകയാണ്. അവിടെ തന്നെ ഇരിക്കുകയാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ കയറി വന്നു കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് അവർ വന്ന് എവിടെയാണെന്ന് ചോദിച്ചു. ഡയറക്റ്റ് സീറ്റിലേക്ക് വന്ന് ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പം പറഞ്ഞു കൊടുക്കുന്നത് ഈ പറഞ്ഞ പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി അപ്പുറത്ത് നിന്നിട്ട് അതങ്ങനെ ഇതിങ്ങനെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഡോക്ടർ തൊട്ടപ്പുറത്തേക്കുണ്ട്. അപ്പോൾ കയറി വന്ന് ഈ ഡോക്ടേഴ്സിന് അറിയത്തില്ല ആരെ എങ്ങനെ എന്ത് ഡീൽ ചെയ്തേക്കാം. ഒരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്, ഒരു പേഷ്യൻ്റ് ആണല്ലോ, അപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ ചോദിച്ചു ഇങ്ങനെ എന്തൊക്കെയാണെങ്കിൽ, അപ്പം ക്യാനിൽ ഇട്ടേക്കുന്ന ആരാന്ന് ചോദിച്ചു. അന്നേരം അപ്പോൾ അവർ അത് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങനെ കുട്ടികൾ പറഞ്ഞ് അവരെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കയറി അങ്ങ് പറഞ്ഞു, നോക്കി നിൽക്കുന്നത് ഒരു ഡോക്ടറാണ്, പുള്ളിക്കാരിയാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്, പുള്ളിക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വിവരങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം, മനസ്സിലാക്കുമായിരിക്കും. ഏലം കൊള്ളാം. പിന്നെ പുള്ളിക്കാരി, അപ്പോൾ ഡോക്ടർ വന്ന എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ 2 നേഴ്സുമാരെ വന്നെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം. അവർ പിന്നെ ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇന്ന ചെയ്തേക്കുന്നത്, എന്താണെങ്കിലും കൊള്ളാം. അതൊക്കെ പറഞ്ഞ് അവിടുന്ന് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഇതൊക്കെ ഇറങ്ങി പോകുന്നു കേട്ടോ. ഓക്കെ, ബാക്കി പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്തെന്നുള്ള അറിയത്തില്ല നമുക്ക്. ഏതായാലും കൊള്ളാം. നീ കണ്ടായിരുന്നോ അവർ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നേ എങ്ങനെ വീൽ ചെയറിൽ കൊണ്ട്? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബാഗേജ് ക്ലിയർ അത് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്ത് വന്നു. അങ്ങനെ വന്ന് പുള്ളിക്കാരനെ അങ്ങനെ കൊണ്ടുപോയി. മറ്റേ പുള്ളിക്കാരെ പിന്നെ കണ്ടില്ല അല്ലേ, ഡോക്ടറെ കണ്ടോ? അതായത് ഡോക്ടർ അവിടെ ക്ലിയർ ഇതൊക്കെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അവരങ്ങനെ പോയി കേട്ടോ. ഡോക്ടർ തന്നെ പുള്ളിക്കാരുടെ മദറിനെന്തോ ഇത് അസുഖമായിട്ട് അങ്ങനെന്തോ വന്നിട്ട് പുള്ളിക്കാരി അങ്ങനെ പോകുന്നതാണ്. അതിനിടയ്ക്കാണ് ഈ ഉറക്കളിച്ചിരുന്ന ഈ പരിപാടിയെല്ലാം ചെയ്തത്. ഡോക്ടർ അടിപൊളിയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് വന്ന 2-3 ടീമുകൾ എന്തെങ്കിലും ഒരവസ്ഥ ഉണ്ടായി കഴിയുമ്പം അതിനെ കറക്റ്റായിട്ട് മുതലാക്കുന്ന കുറേ ടീമുകൾ, വെറുതെ വന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോകുന്ന ഒരാൾ, അങ്ങനെ കുറേ ടീമുകൾ ഒരുമിച്ച് കാണാൻ പറ്റി ഒരേ സമയത്ത്. ഏതായാലും കൊള്ളാം. അങ്ങനത്തെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ അവിടുന്ന് ഇറങ്ങി. സാധാരണ കൂട്ടുകാരൻ ആണ് വണ്ടിയും കൊണ്ട് വരുന്നത്. അപ്പോൾ അവന് അവിടെ വന്ന് വണ്ടിയൊക്കെ നമ്മളെടുത്ത് കുറച്ച് സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച്
എന്നിട്ട് പറഞ്ഞാൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയും. അവരെവിടെയെങ്കിലും ഇറക്കി വിടും. എന്നിട്ട് അവർ പോകും. ഞങ്ങൾ എന്നിട്ട് വണ്ടി കൊണ്ട് നേരെ വീട്ടിൽ പോയി. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം പറയാതൊക്കെ ചെന്നുകൊണ്ട് ആക്ച്വലി കൂട്ടുകാരൻ അവൻ അവിടെ ഇല്ലായിരുന്നു. അവൻ വെളിയിൽ പോയേക്കായിരുന്നു. അപ്പം അവൻ വേറൊരാളെ പറഞ്ഞു വിട്ടു വണ്ടിയും കൊണ്ട്. അപ്പം ഞങ്ങൾ പയ്യൻ വന്ന് വണ്ടി വന്ന് എയർപോർട്ടിൽ ചെന്നപ്പോൾ ചേട്ടാ എന്താ താക്കോൽ, ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഓടിച്ച് പുറത്തേക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഓടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എവിടെയും ചെന്നിട്ടൊന്നും ഇതായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇറങ്ങുള്ള പുള്ളിയോട് ചെന്നു. ഓക്കെ എന്നാൽ വണ്ടി എടുത്ത് അതായത് അത്താണി കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തി. എന്താടാ ചുമ്മാ കരയുന്നേ? പുള്ളി വണ്ടി നിർത്തിയിട്ട് പുള്ളി ഇറങ്ങി. ഓക്കെ എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടിയിട്ട് കഴിഞ്ഞ് കൂടുതലൊന്നും ചോദ്യമില്ല, പറച്ചിലില്ല. ഓക്കെ അത് അങ്ങനെ അങ്ങോട്ട് പോയ ആള്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി വീട്ടിലറിയിക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകിട്ടത്തേക്ക് ചെല്ലാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് പതുക്കെ പോകാം, വൈകിട്ടത്തേക്ക് ചെന്നേച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും കൊള്ളാം, ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നു. നമ്മൾ കാപ്പി കുടിച്ചില്ലല്ലേ? കുടിച്ചു. എവിടുന്ന്? അവിടുന്ന് ഇറങ്ങി ശരവണ ഭവനി. ഓക്കെ ശരവണ ഭവനല്ല, ഇന്ത്യൻ കോഫി ഹൗസ്. അതേ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ അല്ലല്ല എറണാകുളത്തു നിന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പെരുമ്പാവൂർ എടുക്കാം. ശരി, കറക്റ്റ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തു, നേരെ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ അടിക്കാൻ കയറി ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞു. അപ്പം ഏകദേശം ഒരു 10 കാരണം വണ്ടിക്കകത്ത് പെട്രോളും കാണില്ല, 6,000-7,000 രൂപയുടെ കണ്ട് പെട്രോളായി. അപ്പം ഞങ്ങൾ അടിച്ചു. കാർഡ് കൊടുത്തു അടിച്ചിട്ട് കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പം കാർഡ് വർക്കാകുന്നില്ല. അപ്പം ബംഗാളി പയ്യനാണ്. അവൻ പറഞ്ഞു ചേട്ടാ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. റിജക്റ്റാണ്, നോക്കണം പറഞ്ഞു. അത് ഞാൻ പണി കിട്ടിയല്ലോ. ഓക്കെ, കാരണം ഞങ്ങളുടെ കയ്യിൽ ക്യാഷായിട്ട് ഒരു 10-12 രൂപ എങ്ങാണ്ട് ഞാനിവിടെ നിന്ന് 10 ഞാനൊരു 10-15 രൂപ എങ്ങാണ്ട് എടുത്തു, ബാങ്കിൽ നിന്ന് എടുത്തു. അതും സാധാരണ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഈ പ്രാവശ്യം എന്തോ തോന്നി അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ 12,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഉണ്ട്. അതിൽ 7,000 രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ തീർന്നു. ഡീസൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അധികം പൈസ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് അധികം കളിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ നേരെ എങ്ങാണ്ട് പോയി ചായ കുടിക്കാതുകൊണ്ട് ചായ കുടിച്ചു. വരുമ്പോൾ ശരവണ ഭവനി പറഞ്ഞ പോലെ അവിടെ ചെന്ന് ചായ കുടിക്കുന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ സംഭവം എന്ന് വെച്ചാൽ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പം നോക്കിയിട്ടില്ല, അതാണ് ഉണ്ടായത്. കുറച്ചാൾ മുമ്പ് പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം മുമ്പ് അങ്ങനെ തീർന്നേക്കുന്നത്. അപ്പം എന്നാ പറയുന്നത്, അത് അറിഞ്ഞിട്ടില്ല, നോക്കിയിട്ടില്ല സംഭവം. അപ്പം അതുകൊണ്ട് കാർഡ് വർക്ക് ചെയ്യത്തില്ല. പൈസ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റക്കായി. ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ബാങ്കിലേക്ക് പോകാം, ഞങ്ങൾ കാർഡ് ഇഷ്യൂ ചെയ്യാം, ഇന്ന് തന്നെ കാർഡ് ഇഷ്യൂ ചെയ്ത് തരാം. പക്ഷെങ്കിൽ ട്രാൻസാക്ഷൻ 24 മണിക്കൂറാണ് പറയുന്നത്, അതിനുള്ളിൽ നടക്കും എന്ന് പറഞ്ഞു. അപ്പം പണികളൊക്കെ പാളി. നേരെ വണ്ടി വിട്ടു, പെട്രോൾ അടിച്ചിട്ടുണ്ട്. നേരെ വണ്ടി വിട്ടു. ഉണ്ടായിരുന്ന ചില്ലറ കൊണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പോയി പൊൻകുന്തി ചെന്നിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറി. ഉണ്ടായിരുന്ന അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചാൽ, അത്യാവശ്യ സോപ്പ്, ഷാമ്പു. കാരണം എന്താ വെച്ചാൽ വീട്ടിലറിയിക്കാതെ പോയേക്കുന്നുണ്ട് ഈ വക സാധനം ഒന്നും അവിടെ കാണാൻ സാധ്യതയില്ല. കാണും എന്തെങ്കിലുമൊക്കെ, പക്ഷെ ഉറപ്പില്ല നമുക്ക്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസിനുള്ള സാധനം, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ എന്നിട്ട് ബാങ്കിൽ പോയി കാർഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം വീട്ടിൽ പപ്പ സാധാരണ ഒരു ഊണ് കഴിക്കുന്ന നേരം കഴിഞ്ഞു. അന്ന് എന്തോ ഇച്ചിരി പരിപാടിയായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. ഏതായാലും കൊള്ളാം, അവിടെ ചെന്ന് കയറി. സർപ്രൈസ് ആയെന്ന് വെച്ചാൽ അവർ സർപ്രൈസായി, അത് വേറൊരു കാര്യം. പക്ഷെങ്കിൽ ഞങ്ങൾ മഞ്ജു കാണുന്നതിന് മുമ്പേ മഞ്ജുവിനെ പപ്പ കണ്ടു. അതാണ് അതിനകത്ത് രസം. സർപ്രൈസ് കൊടുക്കാൻ പോയ ആളെ പപ്പ അതിന് മുമ്പേ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഏതായാലും കൊള്ളാം, സർപ്രൈസൊക്കെ നല്ല ഇതായിരുന്നു. അപ്പം ഇവിടം തുടങ്ങിയപ്പം മുതൽ ഓരോ പണി കിട്ടി. അങ്ങനെ അവിടെ ചെന്ന് ഇത് ചെയ്യുന്നിടം വരെ, വീട്ടിൽ ചെന്ന് കയറുന്നിടം വരെ ഓരോന്നോരോന്ന് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ആ ഒരു സർപ്രൈസ് വീഡിയോ എങ്ങനെയൊക്കെയായിരുന്നു, ഞങ്ങൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ നോക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി ആയിരുന്നിട്ടും ഞങ്ങൾ വന്നില്ലേ, ഞാൻ ഫ്ലൈറ്റ് ആയിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞു ഈ പ്രശ്നം. അപ്പോൾ ഫ്ലൈറ്റ് വേറെ പ്രശ്നമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുറകെ കഴിഞ്ഞിട്ട് ഓക്കെ ഞങ്ങൾ വണ്ടിയെ കയറിയിട്ട് സംസാരിക്കാമെന്ന്. വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ അടുത്ത പണി കിട്ടി. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഓരോന്നോരോ കെട്ടി വീട്ടിൽ ചെന്ന് കയറുന്ന വരെ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ. അപ്പം ഏതായാലും കൊള്ളാം, ഈ ട്രിപ്പ് ഞങ്ങൾ എൻജോയ് ചെയ്ത്. പക്ഷെ ഒരു കാര്യമുണ്ട് അല്ലേ, എല്ലാ പ്രാവശ്യവും നമ്മൾ
പിന്നെ നാട്ടിൽ പോയി എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഇതായിട്ട് നമ്മൾ ഈ പ്രാവശ്യം എൻജോയ് ചെയ്തു അല്ലേ? എന്തുകൊണ്ടാണ്? കുറച്ച് ദിവസം ഉള്ളായിരുന്നു അതുകൊണ്ടായിരിക്കും. അതിന് മുമ്പ് എത്ര പ്രാവശ്യം നമ്മൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ കുറച്ച് ദിവസം സാർ അങ്ങനെ വലിയ ട്രിപ്പായിരുന്നു. 10 ദിവസം 15 ദിവസം അല്ല 20 ദിവസമൊക്കെ ആയിരിക്കും മാക്സിമം പോകുന്നത്. നമ്മുടെ കാര്യം നോക്കി വീട്ടിൽ ഇരുന്നതുകൊണ്ട്. അതാണ് ഞങ്ങൾ ഒരു പരിപാടിക്കും പോയി. ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പരിപാടിയും ചെയ്തു. ഓക്കെ, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി, ഞങ്ങൾ കറങ്ങാൻ പോയി, പിന്നെ ഫുഡ് കഴിക്കാൻ പോയി, ചെറിയ വീഡിയോ എടുത്തു, അവിടെ മലത്തോട്ടത്തിൽ പോയി, അവിടെ കറങ്ങി ഒരു ദിവസം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ അങ്ങനെ എന്നാ പറയുന്നത് മറ്റുള്ള ഒരു അലുക്കുലത്തിനൊന്നും പോയില്ല. ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കല്യാണം അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനും പോയില്ല. ജസ്റ്റ് ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് എവിടെയും പോകണം തോന്നുകയാണെങ്കിൽ ഓക്കെ പുറത്ത് പോകുന്നു, കറങ്ങുന്നു, തിരിച്ചു വരുന്നു. വീട്ടിൽ ഫുഡ് കഴിച്ചു, വീട്ടിൽ ഫുഡ് കഴിച്ചു, പുറത്ത് പോയി ഫുഡ് കഴിച്ചു. എന്നാൽ പുറത്തും തന്നെയും എന്നാൽ വീട്ടിൽ തന്നെ ആയിട്ടില്ല, എന്നാൽ എല്ലാം കഴിച്ചു. ഫുഡ് ഒക്കെ അതൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എൻജോയ് ചെയ്തു. ട്രാവൽ ചെയ്തു അകത്ത് ചെറിയ ചെറിയ ട്രാവൽ അടുത്തൊക്കെ വലിയ ലോങ് ആയിട്ടൊന്നും പോയില്ല. കാരണം എനിക്ക് ഓൺലൈനിൽ വർക്ക് ചെയ്യണം. ഡെയിലി ഒരു 2-3 മണിക്കൂർ മിനിമം, ചിലപ്പോൾ 4-5 മണിക്കൂറാകും. അപ്പോൾ അത്രയും ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് പുറത്തെങ്ങും പോയി അങ്ങനെ ലോങ് പോകാൻ പറ്റത്തില്ല. രാവിലെ എങ്ങനെ പോയാലും എനിക്ക് ഓൺലൈനിൽ ഇരുന്ന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയിൽ പണികൾ പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് കുറേ ഇത് പോയി എന്നാ സംഭവങ്ങളൊക്കെ ചെയ്തു. എന്നാ പറഞ്ഞ എല്ലാ പരിപാടിയും തീർക്കുകയും ചെയ്തു. അതെ, കുറേ പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തു, എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിലുള്ള കുറേ പ്ലാൻ ഉണ്ട്, അത് അന്നേരം. പക്ഷേ എങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ തീർത്തു. ഒത്തിരി കാര്യങ്ങൾ കുറേ നാളായിട്ട് ചെയ്യാൻ കിട്ടുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തീർത്തു. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പോവുക, നമ്മുടെ ട്രിപ്പ് എൻജോയ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക, ബാക്കിയൊക്കെ സൈഡിൽ കൂടെ കിടക്കും. അത്രേ ഉള്ളൂ. പലരും പറഞ്ഞു അങ്ങോട്ട് പോവാം, ഇങ്ങനെ വരാം, അങ്ങോട്ട് ഇതിലേ വരണം, അതിലേ പോകണം എന്നൊക്കെ. ഞങ്ങളുടെ പരിപാടികൾ മാത്രം ചെയ്തു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ഓക്കെ ആയിട്ട് തീർന്നു. അങ്ങനെ ഞങ്ങൾ എന്നാ പറഞ്ഞത് പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പം എന്നാ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. നേരം കൊള്ളാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവമുള്ളൊരു ട്രിപ്പായിരുന്നു. ചെറിയ യാത്രയായിരുന്നു, പക്ഷേ ആ യാത്ര ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമാണ് ഉണ്ടാക്കിയത്. പല ടൈപ്പിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം അവരുടെ മൈൻഡിൽ എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് അവരുടെ പ്രവൃത്തിയിൽ. ആ ചേട്ടൻ്റെ അവസ്ഥ എന്താ, പുള്ളിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ആൾ മെഡിസിനൊക്കെ എടുക്കുന്നത് ഒരു ആവറേജ് ഫാമിലിയാണ് തോന്നുന്നു. ഇത് കുഴപ്പമില്ലാതെ ജോലി ചെയ്യുന്നു, ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയത്തില്ല. പുള്ളി ഈ സംഭവങ്ങൾ ഈ ഒരു സ്റ്റോറി പറയുന്നത് കേട്ട് കഴിയുമ്പം ഒരു പക്ഷേ കണ്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഉണ്ടായ ആളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അറിയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിൽ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാകും. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും, പക്ഷേ അതിനകത്തൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ ഫ്ലൈറ്റിലും ഇങ്ങനെ ആണെന്നും ഞാൻ പറയുന്നില്ല. ആ കമ്പനിയുടെ ആ ഒരു ഫ്ലൈറ്റിൽ അങ്ങനെ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായത്. അപ്പോൾ ഓക്കെ, ഏതായാലും കൊള്ളാം. എല്ലാം വല്ല കുഴപ്പമില്ലാതെ അവസാനിപ്പിച്ചു. റോക്കിക്ക് പ്രശ്നമായി തുടങ്ങി. അവനെ ഓടണം, പിടിക്കണം, അതൊക്കെയാണ് പ്രശ്നം. ഞങ്ങളിനി നിർത്തിയിട്ട് ഇനി ഇവിടെ ആയാലും ഇറക്കാൻ പറ്റത്തില്ല, ബീച്ച് ഫുള്ളാണ്. ഏതെങ്കിലും പോയി കൊണ്ടുപോയി അവനെ ഒന്ന് ഓടിക്കണം. അപ്പോൾ അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വണക്കം, ബൈ.